എനിക്കിപ്പോ എന്നെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നം മറികടക്കണം. അതിന് എന്നെ കൊണ്ട് ചെയ്യാവുന്ന എന്ത് കഷ്ടതയും സഹിക്കാൻ ഞാൻ തയ്യാറാ. എങ്കിൽ ഭിക്ഷാടനം ചെയ്യണം. ഉഗ്രരൂപിയും ഉഗ്രകോപിയുമായ സാക്ഷാൽ പരമശിവന് ജ്ഞാനിയായൊരു മകനുണ്ട്, സുബ്രഹ്മണ്യസ്വാമി. മനുഷ്യന്റെ അഹന്ത മാറ്റിയെടുക്കാനായി സുബ്രഹ്മണ്യസ്വാമിക്ക് നൽകുന്ന വഴിപാടാണ് ഭിക്ഷാടനം. അതെടുത്ത് സുബ്രഹ്മണ്യ ഭഗവാനെ സന്തോഷിപ്പിച്ചാൽ ശിവഭഗവാൻ തൃപ്തനാകും. സ്നേഹനിധിയായ മകൻ പറഞ്ഞാൽ പിന്നെ കേൾക്കാത്ത അച്ഛനമ്മമാരുണ്ടോ? ഒന്ന് പരീക്ഷിച്ചു നോക്കൂ, ഗുണം കിട്ടും. പിന്നെ ഇത് മനസ്സിലാക്കാൻ ദേവഗ്രന്ഥങ്ങളോ ഉപനിഷത്തുകളോ തേടിപ്പോണ്ട കാര്യമില്ല. ഒരാൾ വന്നു പറയുന്നതും അതേ കാര്യം ഒരല്പം കുസൃതിയോടെ നമ്മുടെ മക്കൾ വന്നു പറയുന്നതും ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ മക്കൾ പറയുന്നതിനായിരിക്കില്ലേ? അതാ ഞാൻ പറഞ്ഞത് ഭിക്ഷാടനം നടത്തണമെന്ന്. ഒരു ദോഷവും വരില്ല. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. നല്ലതേ വരൂ. ഭിക്ഷാടനമെങ്കിൽ ഭിക്ഷാടനം. എന്റെ മകന് വേണ്ടി ഞാൻ ആദ്യം ചെയ്യും. എന്ത് ചെയ്താലും വേണ്ടില്ല, എന്റെ മകൻ ഈ കേസിൽ നിന്ന് ഒഴിവായി കിട്ടണം. മക്കൾ ഇവിടെ നിന്ന് വഴിപാട് നടത്തിക്കോ. സത്യമ്മ മറ്റൊരു വഴിപാട് നടത്തിയിട്ട് വരാം. ശരി. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. തൂക്കുകയറ്. അമ്മ കനിഞ്ഞ് നൽകിയ മരണമാണെന്ന് മനസ്സിനെ പഠിപ്പിച്ച് ഞാൻ അനുസരണയോടെ ആ തൂക്കുമരത്തെ അങ്ങ് സ്വീകരിച്ചോളാം. ഇതെനിക്ക് ഈശ്വരൻ അറിഞ്ഞു തന്ന ശിക്ഷയാണ്. എന്റെ മകന് വേണ്ടി ഞാൻ എടുക്കുന്ന ഭിക്ഷ. ഈ 1 രൂപയ്ക്ക് 1 കോടിയുടെ വിലയുണ്ട്.